ഹായ് മത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രിങ് ക്രാഫ്റ്റ്. ഇപ്പോൾ റംസാൻ ആയതുകൊണ്ട് തന്നെ നോമ്പുതുറ പ്രോഗ്രാംസ് ആണ് എല്ലാവരും ഇടുന്നല്ലേ. അപ്പോൾ ഞാനും ഇട്ടില്ലാന്ന് വേണ്ട. അപ്പോൾ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ പൊട്ടാറ്റോ നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് തറവാട്ടത്ത് ഉമ്മയും അതുപോലെ ഉമ്മച്ചിൻ്റെ വീട്ടിൽ നിന്നും അങ്ങനെ എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ പരസ്യമില്ല കേട്ടോ. ചീർപ്പ് കാണുന്നുണ്ടാവും അല്ലേ നിങ്ങൾ കുക്കറിൽ കൂടെ? അത് ഞാൻ ഫോൺ സ്റ്റാൻഡ് ലൂസ് ആയതുകൊണ്ട് വെക്കാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. അതൊക്കെ ഒരു കഥ. ഓക്കെ, അപ്പോൾ ഇതേപോലെ പൊട്ടാറ്റോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അതൊരു ഗ്യാസ്മ വെച്ചതിന് ശേഷം നമ്മൾ അടുത്തത് പണിക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കടലമാവാണ്, നമുക്ക് ബജ്ജികൾ ഉണ്ടാക്കണം. അപ്പോൾ ബജ്ജി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഏത് ബജ്ജി ഇഷ്ടമുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ മുളകും കായാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളും കാര്യങ്ങളൊക്കെ വാരി വലിച്ചിടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ഉമ്മച്ചാണ് കേട്ടോ മാവ് കൂട്ടുന്നത്. പിന്നെ ഇതിൽ എനിക്ക് എന്തിനാ ഇടണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉമ്മച്ചിയാണ് മാവ് കൂട്ടുന്നത്. ഉമ്മച്ചി നല്ല സോഫ്റ്റ് ആവാനാണ്, പക്ഷേ അടിപൊളിയായിട്ട് ഉമ്മച്ചിൻ്റെ കായ ബജ്ജും മുളക് ബജ്ജൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ സബോള എടുത്തിട്ടുണ്ട്, സബോള തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ നല്ല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിക്ക് എൻ്റെ ക്യാമറയുടെ മുന്നിലേക്ക് വരാനൊരു മടി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഉന്തി തല്ലിങ്ങിട്ട് വിട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ അടിക്കുമ്പോൾ ശരിക്കും പൊളിയണം, പക്ഷേ ആയില്ല. ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഇതാണ് മുളക് ബജ്ജി. ഇത് നല്ല രീതിയിലൊന്ന് കീറി കുരുവൊക്കെ ഏകദേശം കുറച്ചൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. ഭയങ്കര എരിവായിരിക്കും, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ കായ നല്ല കട്ടി കുറഞ്ഞ് ഇതുപോലെ അരിഞ്ഞെടുത്തു. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ബജ്ജിക്ക് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇനി വറവും പൊരിവൊക്കെ തുടങ്ങാം. ഇത് സമൂസ ലീഫ് കേട്ടോ. അപ്പോൾ വറവും പൊരിവും തുടങ്ങിയിട്ടുണ്ട്. കുറയ്ക്കേണ്ട, നമുക്ക് ഉരുളിയിൽ തന്നെ വെക്കാം. ഉരുളിയിൽ നല്ല ഫ്രഷ് ഓയിൽ തന്നെയാണ്, പക്ഷേ എങ്കിലും വറുത്തും പൊരിച്ചതൊന്നും ഈ ടൈമിൽ കഴിക്കാൻ പാടില്ല എന്നറിയാം. പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ടൈമിൽ കഴിക്കുന്നതൊക്കെ ഇങ്ങനത്തെ. അപ്പോൾ സമൂസയും അതുപോലെ തന്നെ കായ ബജ്ജി മുളക് ബജ്ജി ഒക്കെ ഉണ്ടായിരുന്നു. ഇത്രയും നമുക്ക് ഇനിയും പൊരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊരിച്ചെടുത്ത് വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉമ്മമ്മ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഓടി വന്ന് ഇവിടെയും വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇത് റവ ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് തരിക്കഞ്ഞി. നിങ്ങളവിടെ എന്താ പറയുക, തരിക്കഞ്ഞി തന്നെയാണോ? ഇതുപോലെ നമുക്ക് ടാങ്ക് ഉണ്ടായിരുന്നു, മാംഗോ ആണ് കേട്ടോ ഫ്ലേവർ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വേഗം ഒന്ന് അടിച്ചെടുക്കാം. ഇതിങ്ങനെ ഇടുന്ന ടൈമിൽ നല്ല രസമുണ്ടല്ലേ, പക്ഷെ ഭയങ്കരമായിട്ട് പുകയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഹൈറ്റിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടി കുറച്ച് ഹൈറ്റിൽ നിന്ന് ഇട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് അത് നല്ല തിക്കായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ഫ്ലേവറായിരുന്നു, ശരിക്കും ഒരു ഫ്രൂട്ടി കുടിക്കുന്ന പോലെ ആയിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ആദ്യമായിട്ടായിരുന്നു കേട്ടോ വീട്ടിൽ മേടിച്ചിരുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഫ്രൂട്ടി കുടിക്കുന്ന അതേപോലെയായിരുന്നു. ഇനി നമ്മൾ നല്ല തണുത്ത വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഐസ് ക്യൂബ് കാര്യങ്ങൾ ഇടുന്നതുകൊണ്ട് കുറേ ഒഴിക്കുന്നില്ല കേട്ടോ. പിന്നെ അടുത്ത ജ്യൂസായിട്ട് ഇതുപോലെ പൈനാപ്പിളാണ് കേട്ടോ ജ്യൂസ് അടിച്ചിരുന്നത്. അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്തെടുത്തു. പിന്നെ നമുക്ക് വാട്ടർമെലൺ ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഭയങ്കര കുറച്ച് വലുതായിരുന്നു, എനിക്ക് സ്ക്രീനിൽ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ വെട്ടി ഒറ്റയടിക്ക് പൊളിയണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ പൊളിഞ്ഞില്ല. പിന്നെ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് പിന്നെ എടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ നല്ല റെഡ് കളറായിരുന്നു കേട്ടോ. പേടിച്ചിട്ടാട്ടോ ഞാനത് കട്ട് ചെയ്തേ. അത് എനിക്ക് ഒരു പ്രാവശ്യം പണി കിട്ടിയിരുന്നു ഇതുപോലെ വലിയതൊന്നും. ഞാൻ നമ്മളെ നെസ്റ്റൊന്നും മേടിച്ചിട്ട് പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വെള്ളമായിരുന്നു, ശരിക്കും കുക്കുംബർ തിന്നത് ഫീലായിരുന്നു. അങ്ങനെ പണി കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഗ്രേപ്സ്, അതുപോലെ തന്നെ പപ്പായ, ഓറഞ്ച്, അതുപോലെ മുസമ്പി, പിന്നെ അതുപോലെ ആപ്പിള്, പിന്നെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഓരോന്ന് കട്ട് ചെയ്തു. പിന്നെ വേഗം ഓരോരുത്തരായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ഇത് മോളുമാണ് കേട്ടോ. അപ്പോൾ മോള് ഈത്തപ്പഴം അതുപോലെ തന്നെ ബജ്ജികളൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആശി ഇതിൻ്റെ ഇടയിൽ കൂടെ ഫ്രൂട്ട്സ് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ആശി മോളും ഒക്കെ ആരാന്ന് വെച്ചാൽ എൻ്റെ കസിൻസാണ് കേട്ടോ. എൻ്റെ അനീത്തിമാരാണ് അവർ രണ്ടാളും. അപ്പോൾ ഇതുപോലൊക്കെ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ജ്യൂസും പിന്നെ തരിക്കഞ്ഞി, അങ്ങനെ ഒരാൾക്ക് 3 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ചമ്മന്തി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ആയി. പിന്നെ അടിയിലും ഉണ്ടായിരുന്നു, മേലെ ഉണ്ടായിരുന്നു കേട്ടോ. മേലെ ഇരിക്കാൻ സ്ഥലമില്ലാത്തൊരു അടിയിൽ, നമ്മളെല്ലാവരും അടിയിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഉപ്പച്ചി, ഉപ്പപ്പ, പിന്നെ കുട്ടികളെല്ലാവരും, അതായത് വാവാസ്, മുന്നാസ് അങ്ങനെയുള്ളവർ, അവരൊക്കെ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കും അല്ലേ. അപ്പോൾ അവരൊക്കെ മേലെ ഇരുന്നിരുന്നത്. പിന്നെ വയസ്സായവരൊക്കെ മേലെ കേട്ടോ. നമ്മളെ പോലെ യങ്ങായിട്ടുള്ളവരൊക്കെ താഴെയാണ് ഇരുന്നിരുന്നത് കേട്ടോ. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ എല്ലാവരും. പിന്നെ വയസ്സായ 3 ആൾക്കാരെ കാണിച്ചൊന്നുമില്ലല്ലോ, മേലിരിക്കുന്ന ഇവരാണ് കേട്ടോ വയസ്സായ, പ്രത്യേകിച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ആൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും നോമ്പ് തുറക്കെ കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനെന്ന് പറഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ചായ കുടിച്ചത് ഫ്രൂട്ട്സും ബജ്ജിയൊക്കെ കഴിച്ചപ്പോൾ ഏകദേശം തീരുമാനമായി. പിന്നെ നമ്മൾ ചായക്ക് പത്തിരി, അതുപോലെ ബിരിയാണി, പിന്നെ അച്ചാർ, തൈര്, പിന്നെ അതിലേക്കുള്ള ചിക്കൻ കറി, പിന്നെ ബീഫ്, ഇതൊക്കെയായിരുന്നു. ചായയൊക്കെ കൊണ്ടുവയ്ക്കുന്നേ ഉള്ളൂ കേട്ടോ. ആ ടൈമിൽ എടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.